ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക്, വായിക്കാൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും വായിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകം ഏതാ ഉള്ളത്? എല്ലാവർക്കും വായിക്കാൻ അറിയാവുന്ന സകല മനുഷ്യർക്കും വായിക്കാൻ കൊള്ളാവുന്ന, വായിച്ചാൽ സന്തോഷം കിട്ടുന്ന ഒരു പുസ്തകം ഏതാ ഉള്ളത്? വിശുദ്ധ ബൈബിള് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പുസ്തകവുമില്ല. വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വായിച്ചാൽ അത് പ്രയോജനപ്പെടും. എഫ്. മേയർ എന്ന് പറഞ്ഞ സുവിശേഷകൻ പറയും, ഒരാൾ ആത്മാവിൽ വളരുകയാണോ തളരുകയാണോ എന്നറിയാൻ ഒരു തമ്പ് റൂൾ എന്ന് വെച്ചാൽ കെമിസ്ട്രി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം. ഒരു സാധാരണ റൂൾ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒരടയാളം എത്ര പ്രസംഗം കേൾക്കുന്നുണ്ട്, എത്ര മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഇതല്ല അതിൻ്റെ അടയാളമെന്ന് അദ്ദേഹം പറയും. എത്രമാത്രം വേദപുസ്തകവുമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട്, എത്രമാത്രം തനിയെ വേദപുസ്തകവുമായി തനിയെ ഇരുന്ന് എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്. അതാണ് ഒരു വ്യക്തി ആത്മാവിൽ വളരുകയാണോ കുറയുകയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയെന്ന് അദ്ദേഹം പറയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നാം ബൈബിൾ വേദപുസ്തകം നാം എത്രയോ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു. പോരാ, നാം തനിയെ വേദപുസ്തകം വായിക്കുന്നവരാകണം, വേദവാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുന്നവരാകണം. വചനം നമ്മുടെ വായിൽ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വചനം വായിക്കണം. എന്താണ് ഈ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ? എന്താ വാസ്തവത്തിൽ? പഴയ നിയമം, പുതിയ നിയമം എന്നൊക്കെ നാം പേര് പറയുന്നു. പഴയ നിയമം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവമക്കളായി തീർന്നവരോട് ദൈവം പറഞ്ഞ വചനമാണ് പഴയ നിയമം. പുതിയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തു വന്നതിന് ശേഷമുള്ളതായ ദൈവമക്കളോട് ദൈവം പ്രത്യേകമായി പറഞ്ഞ വചനമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പക്ഷേ പുതിയ നിയമവിശ്വാസികളായി നമുക്ക് ആ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് വരുമ്പോൾ മാത്രമേ നമുക്കുള്ളതായ വേദപുസ്തകമാവുകയുള്ളൂ. നമുക്കുള്ളതായ വേദപുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർന്ന് വരുന്ന കാര്യമാണ്. പക്ഷേ പുതിയ നിയമത്തിലാണ് കർത്താവായ യേശുക്രിസ്തു വന്നതിന് ശേഷമുള്ളതായ ക്രിസ്തുവിൻ്റെ ഉപദേശവും ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെയുള്ളതായ ആ നടപ്പെങ്ങനെയെന്നെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത് പുതിയ നിയമമാണ് എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നാം ഓർക്കുക, വേദപുസ്തകം നമുക്കറിയാം, പുതിയ നിയമം ആരംഭിക്കുന്നത്, അനേകർക്ക് സംശയമുള്ളൊരു കാര്യം, പുതിയ നിയമം ആരംഭിക്കുമെന്ന്, മർത്തായുടെ സുവിശേഷം ആരംഭിക്കുന്നു, വംശാവലിയാണ് പറയുന്നത് മുഴുവൻ. എന്തിനായിരിക്കും അത്? എന്തിനായിരിക്കും വംശാവലിയോടുകൂടെ മത്തായിയുടെ സുവിശേഷം ആരംഭിച്ചത്? അബ്രഹാമിൻ്റെ കാലം മുതലാണ് തുടങ്ങുന്നത്. എന്തിനായിരിക്കുമോ തുടങ്ങിയത്, വംശാവലിയോടെ തുടങ്ങിയത്? അതിന് കാരണമുണ്ട്. കാരണം വേദപുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമാണ്. ഇത് എഴുതിയതിനൊക്കെ കാരണമുണ്ട്. കാരണം അത് യഹൂദന് യേശുക്രിസ്തു അവർ കാത്തിരുന്ന മെശിഹായാണെന്നും അവനാണ് ദൈവപുത്രനെന്നും അവൻ ദൈവമാണെന്നും അവർ കാത്തിരുന്ന രക്ഷകൻ ക്രിസ്തുവാണെന്ന് അന്നത്തെ യഹൂദനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിനാണ് അബ്രഹാമിൻ്റെ വംശാവലിയിൽ യേശു ജനിച്ചു എന്ന് പുതിയ നിയമത്തിൽ എഴുതി വെച്ചു. കാരണം യഹൂദന് സംശയമില്ലാതിരിക്കണം, ക്രിസ്തു വന്നത്, യേശു ജനിച്ചത് അബ്രഹാമിൻ്റെ വംശപാരമ്പര്യത്തിലാണ് എന്ന് യഹൂദനത് വായിച്ചാൽ സംശയം വരരുത്. നമുക്ക് പ്രത്യേകിച്ച് അത് വായിക്കുമ്പോഴൊന്നും തോന്നുകയില്ല.
പക്ഷേ അത് വായിച്ചാൽ പ്രത്യേക അനുഭവം തോന്നുന്ന ആളുകളുണ്ട്. അവർക്കായിട്ടാണ് അത് എഴുതിയത്. ദൈവമക്കളെ, അതുകൊണ്ട് ഇതൊന്നും വൃഥാ എഴുതിയതല്ല. ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വേദപുസ്തകം വായിക്കണം. വാസ്തവത്തിൽ ഈ വചനം വായിച്ചില്ലെങ്കിൽ, നമുക്കറിയാം, കർത്താവിനെ കാണാൻ വന്നതായ വിദ്വാൻമാർ നേരെ കൊട്ടാരത്തിൽ പോയി. നേരത്തെ കൊട്ടാരത്തിലേക്കാണ് പോയത്. യെരൂശലേമിലെ കൊട്ടാരത്തിലേക്ക് പോയി. എന്താണ് അതിൻ്റെ കാരണം? അവർ വെളിപാടുള്ളവരായിരുന്നു, കാത്തിരുന്നവരായിരുന്നു, വെളിപാടുള്ളവരായിരുന്നു. പക്ഷേ വചനമനുസരിച്ചല്ല പോയത്. കാരണം യേശുക്രിസ്തു യെരൂശലേമിലല്ല ജനിക്കുന്നത്. പിന്നെ എവിടെ ജനിക്കുന്നത്? ബേത്ലഹേമിലാണ് ജനിക്കുന്നത് എന്നുള്ളതായ വചനമുണ്ടായിരുന്നു. ആ വചനത്തെ അവർ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് വഴിതെറ്റിപ്പോയത്. വചനം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അവർ തിരുത്തി. ദൈവമക്കളെ, എപ്പോഴും ആ ദൈവ വചനത്തോട് ചേർത്തുള്ളതായ ഒരു ആത്മീയ നടപ്പും ആത്മീയ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ പലതിലും പല കാര്യങ്ങളിലും നാം ലക്ഷ്യം കാണാത്തവരായിട്ട് മാറും. നമുക്ക് നഷ്ടം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദൈവവചനവുമായി വേദപുസ്തകവുമായി സമയം ചെലവഴിക്കുന്നവരായിരിക്കും. എല്ലാവർക്കും വായിക്കാൻ പറ്റിയ പുസ്തകമാണ് വേദപുസ്തകം തന്നെ. വേദപുസ്തകത്തിൽ പ്രവചന പുസ്തകങ്ങളിലെ ഒരു ഭാഗമാണ് ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങൾ നാം വായിച്ചാൽ യെശയ്യാ പ്രവാചകൻ്റെ കാലം മുതലുള്ളതായ പ്രവചന പുസ്തകങ്ങളുണ്ട്. ഏതാണ്ടൊരു 300 കൊല്ലത്തെ ചരിത്രമാണ് പ്രവാചക പുസ്തകങ്ങളിലുള്ളത്. ക്രിസ്തുവിന് മുമ്പ് 300 കൊല്ലക്കാലത്തെ BC 750 മുതൽ 450 വരെ ഉള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, യെശയ്യാ പ്രവാചകൻ 40 കൊല്ലമാണ് അന്നത്തെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചത്. യെശയ്യാ പ്രവാചകനാണ്, വേദപുസ്തക ചരിത്രം പറയും, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവനെന്ന് എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് യെശയ്യാ പ്രവാചകനെ കുറിച്ചാണെന്നെല്ലാം പറയും. അദ്ദേഹം പ്രവചനം പറഞ്ഞത് കൊണ്ട് ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തുവാകട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. അയ്യോ പാപമുള്ള ജാതി, അകർത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വന്ന് സമർപ്പണം പറഞ്ഞു, ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടായി. അങ്ങനെയുള്ളതായ ഒരു വ്യക്തിക്ക് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത എന്തായിരിക്കും? ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവിനായി ജീവിതം സമർപ്പിച്ചു, ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ട്, ആത്മാർത്ഥമായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒരറിവ് എന്തായിരിക്കും? നിങ്ങളത് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അത്? ഒരു രോഗമുണ്ടെന്നറിയുന്നതായിരിക്കുമോ? മരണമുണ്ടെന്നറിയുന്നതായിരിക്കുമോ? മരിക്കാറായി എന്നറിയിക്കുന്നതായിരിക്കുമോ? ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിന് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത എന്തായിരിക്കും? കല്യാണം ഉടനെ നടക്കൂല, കുറച്ച് കഴിഞ്ഞ് നടക്കുള്ളൂ എന്നുള്ളതായിരിക്കുമോ? അതെയോ ജോലി കിട്ടാൻ കുറച്ചും കൂടെ കാത്തിരിക്കണം എന്നതായിരിക്കുമോ? ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിന് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത എന്തായിരിക്കും? ഒരു സത്യം എന്തായിരിക്കും? ഗലാത്യർ 5:4 വായിച്ച്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിന് ഏറ്റവും വേദനയുണ്ടാക്കുന്നതായ ഒരു സത്യവാർത്ത അതാണ്. അവൻ കൃപയിൽ നിന്ന് വീണുപോയി, അവൻ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി, കൃപയിൽ നിന്ന് വീണുപോയി.
ആ സത്യം അറിഞ്ഞാൽ തിരുത്താൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമുണ്ടെന്നോ മരണമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു പ്രശ്നമുണ്ടെന്നോ കേൾക്കുന്നതിനേക്കാൾ അതിനേക്കാൾ എല്ലാം ഉപരിയായി അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും എല്ലാം തളർത്തിക്കളയുന്നതായ ഒരു വാർത്ത, ഒരു അറിവ് എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി, അവൻ കൃപയിൽ നിന്ന് വീണുപോയി. ഈ സത്യമാണ്. ആ അനുഭവമാണ് യെശയ്യാ പ്രവാചകൻ ആ കാലത്തെ ജനത്തെ അറിയിച്ചു. എന്താണ് അറിയിച്ചത്? ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 1-ാം അധ്യായം 4-ാം വാക്യം. അയ്യോ പാപമുള്ള ജാതി, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം. അത് പറഞ്ഞാൽ കൂനിക്കൂനി നടക്കുന്ന ജനം, പാപത്തിന്റെ ഭാരം കൊണ്ട് കൂനിപ്പോയ ജനം, പാപം ഏറ്റുപറയാതെ, പാപം അംഗീകരിക്കാതെ, പാപം ചുമന്ന് ആത്മാവിൽ കൂനി നടക്കുന്ന ഒരു കൂട്ടം ജനം. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾ ദൈവമക്കളായി എന്നെല്ലാം പറയുന്നത് ശരിയാണ്, നിങ്ങൾ സമർപ്പണം എടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ സ്വഭാവം മനസാന്തരപ്പെടാത്ത, സമർപ്പണമെടുക്കാത്ത നിങ്ങളുടെ പിതാക്കന്മാരുടെയും അപ്പന്മാരുടെയും അമ്മമാരുടെയും അതേ സ്വഭാവം തന്നെയാണ് സമർപ്പണമുണ്ടെന്ന് പറയുന്ന, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായ നമ്മളുടെ അനേകരുടെയും സ്വഭാവം. അതാണ് പ്രവാചകൻ പറഞ്ഞത്. വായിക്കാം. വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞു. പുറകോട്ട് മാറുന്ന ജനം ദൈവത്തെ നിരസിച്ച് പുറകോട്ട് മാറി ദൈവകൃപയിൽ നിന്ന് വീണുപോകുന്നു, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. അതല്ലേ സംഭവിക്കുന്നതെന്ന്? ഇന്നും അത് തന്നെ സംഭവിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. മറ്റെല്ലാ രംഗത്തും മുമ്പോട്ട് വരുന്നുണ്ട്, അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട്, കാറിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, വീട് നന്നാകുന്നുണ്ട്, ജോലി നന്നാകുന്നുണ്ട്, ശമ്പളം വർദ്ധിക്കുന്നുണ്ട്, പുതിയ പുതിയ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഒരു വശത്തുകൂടെ എല്ലാം നന്നായി വരുമ്പോഴും ക്രിസ്തുവിൽ നിന്ന് അകന്നകന്നു പോകുന്നു, കൃപയിൽ നിന്ന് വീണു പോകുന്നു. എൻ്റെ കാരണം എന്താ? 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു നോക്കാം. 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഈ ജനം സമാധാനത്തോടെ ഒഴുകുന്ന ശീലോഹോ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൽ മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ സാവധാനം ഒഴുകുന്ന ശീലോഹം വെള്ളത്തെ, എന്ന് വെച്ചാൽ സൗമ്യമായവരോട് സംസാരിക്കുന്ന ദൈവത്തെയും ദൈവസ്നേഹത്തെയും ദൈവദിനത്തെയും നിരസിച്ചിട്ട് അവർ ഈ ലോകത്തിലെ പ്രതാപത്തിൻ്റെയും ഈ ലോകത്തിലെ ഉന്നത സ്ഥാനത്തിൻ്റെയും എല്ലാം വഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ക്രിസ്തുവിൽ നിന്ന് അകന്ന് ലോക ഉന്നതങ്ങളിലേക്ക് പോകുന്നു, ലോകത്തിൻ്റെ പദവികളിലേക്ക് പോകുന്നു, ലോകത്തിൻ്റെ സ്ഥാനമാന മാർഗങ്ങളിലേക്ക് പോകുന്നു, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞു, അവർ അകൃത്യഭാരം കൊണ്ട് പാപം ചെയ്ത് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. 8-ാം അധ്യായത്തിൽ പറയുന്നു, ഈ ലോകത്തിലെ പ്രതാപത്തിന് വേണ്ടി, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി സാവധാനം ഒഴുകുന്ന ശീലോഹം വെള്ളത്തെ നിരസിച്ചു. അവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ, ദൈവിക ആലോചനയെ സാവകാശം നിരസിച്ചുകൊണ്ട് അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കൂട്ടം ജനം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനന് ഏറ്റവും കൂടുതൽ നടുക്കമുണ്ടാക്കേണ്ടതും ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്നതുമായ സത്യം. ഞാൻ കൃപയിൽ നിന്ന് വീണുപോയി എന്നുള്ളതായ സത്യം അറിയുക. അതാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ ഓർപ്പിച്ചു. നിങ്ങൾ ന്യായപ്രമാണത്താൽ, അന്നത്തെ കാലത്തെ ഒരു പ്രകൃതി, അവരുടെ ചില ചടങ്ങുകൾ ആചരിച്ച് ചില വഴിപാടുകളുടെ പുറകെ പോയി അവർ ക്രിസ്തുവിൽ നിന്ന് പോയി. ഇന്ന് വേറെ രീതിയിൽ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്, സഭയുടെ പ്രവർത്തനങ്ങളുണ്ട്, ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്, പെരുന്നാളുകളും നേർച്ചകളും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ കർത്താവിൽ നിന്ന് അകന്നുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. ദൈവമക്കളെ, ഈ സത്യം അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു,
ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല. കാരണം നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല, നിങ്ങൾ എൻ്റെ വചനമനുസരിച്ചില്ല, വചനമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചില്ല. വചനമനുസരിച്ചല്ല നിങ്ങൾ മുമ്പോട്ട് പോയത്. നിങ്ങൾ മുന്നോട്ട് പോയത് മത്സരിച്ചു പോവുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ആലോചനയെ നിരസിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടം സമ്പാദിക്കുക. ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല, യേശു നിങ്ങളുടെ കൂടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഓർത്തു, എന്നാലും ഭാഗ്യവാനായ പൗലോസ് ഉൾപ്പെടെ കർത്താവില്ലാത്തവരുടെ കൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. കർത്താവില്ലാത്തവരുടെ കൂടെയാണ് പൗലോസും യാത്ര ചെയ്യേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, കഷ്ടം തിരഞ്ഞെടുത്ത് കർത്താവിനെ നിരസിച്ച് മാനസാന്തരപ്പെടാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ സങ്കടം, കഷ്ടം തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടി വരുന്ന വേദനയുടെ സംഭവം. നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ചല്ല പോകുന്നത്. വചനമനുസരിക്കാതെയാണ് ആ കപ്പൽ പോകുന്നത് എങ്കിലും പൗലോസ് അപ്പോസ്തലൻ അതിലെ യാത്രക്കാരനാണ്. കാരണം താൻ തടവുകാരനാണ്. താൻ തടവുകാരനായതുകൊണ്ട് ആ കപ്പലിൽ യാത്ര ചെയ്തേ പറ്റുകയുള്ളൂ. ആ കപ്പൽ ദൈവവചനപ്രകാരം അല്ല ആ പോകുന്നതെന്നറിയാം. എങ്കിലും പൗലോസ് തൻ്റെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ആ ദൈവത്തിന് ഇല്ലാതെ പോകുന്ന കപ്പലിലും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ കാത്തു. ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ പാഠമാണ്. നിങ്ങൾ ചെന്നു ചേർന്ന ഭവനങ്ങളിൽ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരിൽ, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അല്ലാതെയും പോകുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയേക്കാം. അതിൽ നിങ്ങൾ പെട്ടുപോയേക്കാം പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ പൗലോസിന് ആ സംഘത്തിൽ പെട്ടുപോയത് കൊണ്ട് പൗലോസ് അങ്ങ് താണുപോവുകയല്ല ചെയ്തത്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. എവിടെ കിടന്നപ്പോൾ ദൈവത്തിനെതിരായി പോകുന്നവരുടെ കൂട്ടത്തിൽ പൗലോസ് സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചെന്നു ചേർന്ന വീട്ടിൽ ദൈവമില്ലായിരിക്കാം, പ്രാർത്ഥനയില്ലായിരിക്കാം, ദൈവഭയമില്ലായിരിക്കാം. സഹോദര, നീ പാർക്കുന്ന വീട്ടിൽ ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അതൊന്നും ഇല്ലായിരിക്കാം. വേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കാത്ത ഒരു സമൂഹത്തിലായിരിക്കാം നീ പെട്ടുപോയിരിക്കുന്നത്. എങ്കിലും നീ പൗലോസ് അപ്പോസ്തലനെ ഓർക്കുക. അദ്ദേഹം ആ സാഹചര്യത്തിലും തൻ്റെ ആത്മീയ ചൈതന്യത്തിന് നഷ്ടം വരുത്താതെ, ദൈവത്തോടുള്ള തൻ്റെ ബന്ധത്തിന് കുറവ് വരുത്താതെ, താൻ ഒരു ആത്മീയ ചൈതന്യമുള്ളവനായി തന്നെ ആ സമൂഹത്തിൽ നിലനിന്നു. ആ സമൂഹത്തെ ഒരു തുറമുഖത്തേക്ക് കൊണ്ടുവരുവാൻ ആ പൗലോസിന് സാധിച്ചു. ദൈവമക്കളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദൂതാണ്. ഇതെല്ലാം നിങ്ങൾക്കും എനിക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ദൈവമില്ലാത്ത സാഹചര്യത്തിൽ പെട്ടുപോയെങ്കിലും ആ സാഹചര്യത്തിലേക്ക് അലിഞ്ഞു ചേരാതെ ദൈവത്തെ പിടിച്ചു നിന്നതായ ആ പൗലോസ് അപ്പോസ്തലന് കഷ്ടം തിരഞ്ഞെടുത്തവരെ, ദൈവത്തെ കൂടാതെ പോയവരെയും കൂടെ ഒരു തീരത്ത് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കൂലേ? ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പിടിച്ച് നിന്നാൽ സാഹചര്യത്തെ കുറ്റം പറയണമോ? കുടുംബത്തെ കുറ്റം പറയണമോ? ഭർത്താവിനെ കുറ്റം പറയണമോ? ഭാര്യയെ കുറ്റം പറയണമോ? കൂട്ടായ്മയെ കുറ്റം പറയണമോ? സഹോദര, നീ മറ്റുള്ളവരെ എന്തിനു കുറ്റം പറയണം? നീ മറ്റുള്ളവരെ കുറ്റം പറയണ്ട. പൗലോസ് പറഞ്ഞു, നിങ്ങൾ കഷ്ടം തിരഞ്ഞെടുത്തതാണ്, ശരി തന്നെ. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നിങ്ങളെല്ലാം എങ്ങനെയാണെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എനിക്ക് ആലോചന തരുന്നുണ്ട്. എൻ്റെ ആലോചന പ്രകാരം നിങ്ങൾ ചെയ്യ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നിങ്ങളുടെ ആത്മീയ വീര്യം? നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളുടെ ആത്മീയത്തെ ന്യായീകരിക്കുകയാണോ? നിങ്ങളുടെ അനാത്മീയതയെ ന്യായീകരിക്കുകയാണോ? തെറ്റായ പോക്കാ പോണത്, അവർ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുന്നതല്ല ആത്മീയം. തെറ്റാണെന്ന് കണ്ടാലും അതിൽ നിന്ന് മാറിപ്പോകാതെ ആ പടകിൽ തന്നെ ഇരുന്നു കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ജീവനുള്ള ദൈവത്തെ വിളിച്ചു. ആ പടകിനെ നേരായ പാതയിൽ കൊണ്ടുവന്നു.
സമാധാനമുള്ള തുറമുഖത്തെത്തിച്ചു, ശുഭ തുറമുഖത്തെത്തിച്ചു. ദൈവമക്കളെ, എവിടെ നിങ്ങളുടെ ആത്മീയ സമർപ്പണം? അതാണ് പൗലോസിന്റെ സമർപ്പണം. എല്ലാവരും തെറ്റുന്നു, കൂട്ടായ്മയും തെറ്റുന്നു, എല്ലാവരും തെറ്റുന്നു എന്ന് പറഞ്ഞ് അപഹസിച്ച് അപവാദം പറയുകയല്ല, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ താൻ ഉറച്ചു നിന്നുകൊണ്ട് ആ തെറ്റിലേക്ക് പോയെങ്കിലും ആ പടകിലുള്ളവരെ രക്ഷിച്ചില്ലേ? നിങ്ങളുടെ സമർപ്പണം എവിടെ പ്രിയപ്പെട്ടവരെ? 19 കൊല്ലമായ ആത്മീയ എവിടെ? വർഷങ്ങളായി ദൈവവേല ചെയ്യുന്ന ദൈവജനമേ, നിങ്ങളുടെ സ്നേഹം എവിടെ? മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്നേഹിക്കാനുള്ളതായ കഴിവ് നിങ്ങൾക്കുണ്ടോ? ആരുടെ ഹൃദയത്തിലേക്ക് നോക്കാതെ സ്നേഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? എൻ്റെ യേശുവിന് ആ കഴിവുണ്ടായിരുന്നു. ഹൃദയത്തിലേക്ക് നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കാനുള്ളതായ കഴിവ് യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറ്റമുള്ളവനെ അവൻ സ്നേഹിച്ചത്. എൻ്റെ ഹൃദയത്തിലേക്ക് യേശു നോക്കിയിരുന്നെങ്കിൽ യേശുവിന് എന്നെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നോ? നിങ്ങൾക്ക് ആ കഴിവുണ്ടോ? ഭർത്താവിൻ്റെ കുറ്റത്തെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ, ഭാര്യയുടെ ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിലുള്ള തിന്മയെ കാണാതെ സ്നേഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അതിൻ്റെ പേരാണ് ദൈവസ്നേഹം. നല്ലവരെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ പേര് ദൈവസ്നേഹമെന്നല്ല. പാപിയെ സ്നേഹിക്കുന്ന, കുറ്റമുള്ളവനെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഭാഗ്യവാനായ പൗലോസ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അദ്ദേഹം ഉറച്ചു നിന്നു. ദൈവമക്കളെ, നാം ആത്മവീര്യത്തോടെ നിൽക്കേണ്ട കാലഘട്ടമാണിത്. നാം ആത്മാവിൽ ചൈതന്യത്തോടെ ജീവിക്കേണ്ട കാലഘട്ടമാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞവർ ഉറച്ചു നിൽക്കേണ്ട കാലഘട്ടമാണിത്. എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ഒരു ദൈവമുണ്ടെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ സഹോദര? എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ഒരു യേശുവുണ്ട്. അത് നിന്റെ സാക്ഷ്യത്തിലുണ്ടോ? അത് നിന്റെ പ്രസംഗത്തിലുണ്ടോ? അത് നിന്റെ ദൈവവേലയിലുണ്ടോ? മറ്റുള്ളവരെ ചാരിക്കൊണ്ട് എല്ലാത്തിനെയും കുറ്റം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തെ നമുക്ക് തിരുത്താം. എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനല്ല. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ തലയിൽ ഒരുത്തൻ്റെ രോമം പോലും പോകുകയില്ല എന്ന് പറയാനുള്ളതായ ആ സ്നേഹത്തോടെ, തെറ്റുപറ്റിയവരെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് അവരെ വീണ്ടെടുത്തതായ, അവർ ശുഭധർമ്മത്തെത്തിയതായ ആ പൗലൂസിന്റെ ആത്മാവല്ലേ നിനക്ക് കിട്ടിയത്? വേറെ പരിശുദ്ധാത്മാവാണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് വിമർശനത്തിൻ്റെ വഴി വിട്ട് സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് വരാം. സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ദൈവം കൈവിടുന്നവനല്ല, ദൈവം മറന്നു കളയുന്നവനല്ല. ദൈവത്തെ കൂടാതെ പോകാൻ പറ്റില്ല. അതാണ് മോശ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോശ എന്താണ് പറഞ്ഞത്? അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശയോട് ദൈവം പറഞ്ഞതാ, യഹോവയായി ഞാൻ അകൃത്യം കണക്കിടുന്നവനാണ്. പിതാക്കന്മാരുടെ പാപം മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ കണക്കിടുന്നവനാണെന്ന് മോശയോട് ദൈവം പറഞ്ഞു കൊടുത്തതാ. പക്ഷേ അത് കേട്ട മോശ ഇപ്പോൾ ദൈവത്തോട് പറയുക, ദൈവമേ, അകൃത്യവും പാപവും ക്ഷമിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമോ? അകൃത്യവും പാപവും ക്ഷമിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഇല്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ദൈവസന്നിധിയിൽ സമ്മതിക്കാം, കർത്താവേ, ഒരടി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. അകൃത്യവും പാപവും ക്ഷമിച്ച് ഞാൻ കൃപയിൽ നിന്ന് വീണുപോയി, ശരിയാണ്. ഈ ജനം പാപം ചെയ്തു, ശരിയാണ്. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, ശരിയാണ്. അവർ ദൈവത്തെ വേദനിപ്പിച്ചു, ശരിയാണ്. എങ്കിലും അകൃത്യവും പാപവും ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദൈവമക്കളെ, നിങ്ങൾ അതാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എനിക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, 1 ഇഞ്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ കൂടെ എനിക്ക് ആരാണ് എൻ്റെ കൂടെ വേണ്ടത്? എൻ്റെ പാപം ക്ഷമിക്കുന്ന, എൻ്റെ അകൃത്യം ക്ഷമിക്കുന്ന, എൻ്റെ മാലിന്യം കഴുകിത്തരുന്ന, എൻ്റെ പാപം കഴുകി വെടിപ്പാക്കുന്ന
ഒരു യേശുവിനെ കൂടാതെ ഒരടി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിങ്ങളെ വിടുവിക്കും. എന്താണ് ദൈവം പറയുന്നത്? എൻ്റെ മക്കൾക്ക് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കൂടെ നടന്നവർക്ക് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, അബ്രഹാമിന് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, യാക്കോബിന് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, യോസേഫിന് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് തെറ്റുപറ്റിയ കാലം ഉണ്ടായിട്ടുണ്ട്, ദാവീദിന് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, പത്രോസ് അപ്പോസ്തലന് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ കഷ്ടകാലം മറന്ന് ഞാൻ സഹായിക്കുന്നവനാണ്. കഷ്ടകാലത്ത് ഞാൻ സഹായിക്കുന്നവനാണ്. എൻ്റെ മക്കൾക്ക് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അവരെയെല്ലാം ഞാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പുസ്തകം നമുക്ക് അടച്ചു വയ്ക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടകാലത്തൂടെ നടന്ന മക്കളാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്ക് കഷ്ടകാലം ഉണ്ടായിട്ടുണ്ട്, വേദനയുടെ കാലം ഉണ്ടായിട്ടുണ്ട്, ഇച്ഛാഭംഗത്തിൻ്റെ കാലം ഉണ്ടായിട്ടുണ്ട്, നിരാശയുടെ കാലം ഉണ്ടായിട്ടുണ്ട്, കാലതാമസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, കഷ്ടകാലത്ത് ഞാൻ വിടുവിക്കുന്നവനാണ്. ഞാൻ എൻ്റെ മക്കളെ വിടുവിച്ചിട്ടുള്ള ദൈവമാണ്. കാൽവരിയിലെ യേശു, പ്രിയപ്പെട്ടവരെ, അവൻ വിടുവിക്കുന്നവനാണ്, അവൻ രക്ഷിക്കുന്നവനാണ്. അവനായി നമ്മുടെ ഹൃദയം സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തെ എതിരായ വഴി തിരഞ്ഞെടുത്തുവെങ്കിലും, കഴിഞ്ഞ കാലത്ത് അതെല്ലാം സംഭവിച്ചുവെങ്കിലും, അകൃത്യവും പാപം ക്ഷമിക്കുന്ന ദൈവം ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അവനോട് നമുക്ക് പറയാം, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടം അനുഭവിച്ച ദൈവദാസന്മാരെ നടത്തിയ ദൈവമേ, ഈ തലമുറയിലും ഇപ്പോൾ എൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരണമേ. ആ ക്രൂശിലെ രക്ഷക എൻ്റെ അടുക്കലേക്കൊന്ന് വരണമേ. ഞാൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തു പോയവനാണ്, എങ്കിലും പൗലോസിനെ കൊണ്ട് അവരെ ശുഭധർമ്മകത്ത് എത്തിച്ച ജീവനുള്ള ദൈവമേ, ഞാനിതാ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വരികയാണ്. എന്നെ ശുഭധർമ്മകത്ത് എത്തിക്കണമേ, എന്നെ സമാധാന തീരത്ത് എത്തിക്കണമേ, എന്നെ ആശ്വാസ തീരത്ത് എത്തിക്കണമേ. കർത്താവേ, ഞാനിതാ കടന്നു വരുന്നു. എൻ്റെ നേരെ കരം നീട്ടണമേ, എൻ്റെ നേരെ കരവന്ന് നീട്ടണമേ. പത്രോസിനെ പിടിക്കാൻ കരം നീട്ടിയ ദൈവമേ, മുങ്ങിത്താണുപോയ പത്രോസിനെ പിടിക്കാൻ കരം നീട്ടിയ ദൈവമേ, ഈ കഷ്ടകാലത്ത് താണുപോകുന്ന എന്നെ പിടിക്കാൻ ആ കരവന്ന് നീട്ടണമേ, ആ ആണിപ്പാടിലെ കരവന്ന് നീട്ടണമേ, ഈ മക്കളുടെ നേരെ ഒന്ന് നീട്ടണമേ. ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങളുടെ നേരെ നീണ്ടുവരുന്ന കരത്തെ തൊടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവൻ നിങ്ങളുടെ കരത്തെ ഒന്ന് പിടിക്കട്ടെ. നിങ്ങൾ കരവന്ന് ഉയർത്തി കൊടുക്കൂ. പത്രോസിനെ പിടിച്ച ദൈവത്തിന്റെ കരമേ, ജീവനുള്ള ക്രിസ്തുവിന്റെ കരമേ, ഇപ്പോൾ എന്നെ ഒന്ന് പിടിക്കണമേ. താണുപോകുന്ന എന്നെ ഒന്ന് പിടിക്കണമേ, വേദനിക്കുന്ന എന്നെ ഒന്ന് പിടിക്കണമേ, ഈ രോഗിയായ എന്നെ ഒന്ന് പിടിക്കണമേ, ഈ നിരാശ കുഴിയിൽ കിടക്കുന്ന എന്നെ ഒന്ന് പിടിക്കണമേ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യവും പാപവും ക്ഷമിക്കണമേ, കരുണ തോന്നി എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവജനമേ, അവൻ പാപം ക്ഷമിക്കുന്നവനാണ്, അകൃത്യവും പാപവും കണക്കിടുന്നവനാണെന്ന് പറഞ്ഞ ദൈവമാണ്. എന്നാൽ മോശ പറഞ്ഞു, കേട്ടത് ഞാൻ ശരിയാണെങ്കിലും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, നിങ്ങൾ ചഞ്ചലപ്പെടാതിരിക്കൂ. നടത്തുവാനൊരു ദൈവമുണ്ട്, കരുതുവാനൊരു ദൈവമുണ്ട്. വിശ്വസിക്കുക, അവന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളെ മനുഷ്യരല്ല നടത്തുന്നത്, മനുഷ്യരുടെ പുറകെയല്ല നിങ്ങൾ പോണത്, അരിമനാഥന്റെ പിന്നാലെയാണ്, യേശുവിന്റെ പിന്നാലെയാണ്. അവൻ നിങ്ങളെ ശുഭതരമകത്ത് എത്തിക്കുവാൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവനോട് വാക്ക് പറയാം, കർത്താവേ, ഞാൻ പതറുകയില്ല. ഞാൻ ചെന്ന് കയറുന്ന പടക് തെറ്റായതായാലും, ഞാൻ ചെന്ന് കയറിയ വീട് തെറ്റിപ്പോയാലും, ഞാൻ ചെന്ന് കയറുന്ന ഇടം തെറ്റിപ്പോയെങ്കിലും, എൻ്റെ കൂടെയുള്ളവർ തെറ്റിപ്പോയെങ്കിലും, കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് മത്സരിക്കുന്നവർ കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഒരാൾ ഉറച്ചു നിൽക്കും. ഞാൻ ഒരാൾ അരിമനാഥനെ പിടിച്ചു നിൽക്കും. ഞാൻ ഒരാൾ അരിമനാഥന്റെ ചോരയുടെ ബലയെറിഞ്ഞ് ഞാൻ നിൽക്കും. ഞാൻ ഒരാൾ പതറാതെ നിൽക്കും. ഞാൻ ഒരാൾ യേശുവിനെ പിടിച്ചു നിൽക്കും. കർത്താവേ, കരങ്ങളെ താഴ്ത്തിയിട്ട് ഈ ജനത്തോട് ക്ഷമിക്കണമേ. അവർ കയറിയ പടക് തെറ്റിപ്പോയി. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നിവൃത്തിയില്ല ദൈവമേ, പടകിൽ കയറിപ്പോയി. എന്നാൽ കാക്കുവാൻ നീ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഈ ജനത്തെ രക്ഷിക്കണമേ, ഈ ജനത്തെ സഹായിക്കണമേ, ഞങ്ങളുടെ മേൽ കൃപയൊഴുക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കെടുത്തരം തരുമാറാകണമേ.